ഏതൊരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സിനെ പോലെയും ഏവിയേഷൻ ഫീൽഡിലെ ജോബിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു കോച്ചിങ് ആണ് ഏവിയേഷൻ കോഴ്സ്. ഗ്രൗണ്ട് സർവീസ്, കാർഗോ സർവീസ്, റാമ്പ് സർവീസ്, അതുപോലെ ക്യാബിൻ ക്രൂ ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലേക്കാണ് ഏവിയേഷൻ ട്രെയിനിങ്സ് ടാർഗറ്റ് ചെയ്യുന്നത്. ബെനിഫിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൂടിയ ശമ്പളത്തിൽ ജോലി കിട്ടാൻ, എസ്പെഷ്യലി ക്യാബിൻ ക്രൂ, പൈലറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കുറഞ്ഞ ടൈം പീരീഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനും, കൂട്ടത്തിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് മറ്റേതെങ്കിലും കോഴ്സുകൾ ലൈക്ക് BA, MA സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള കോഴ്സസ് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയും ചെയ്യാം. അതിൻ്റെ ഫുൾ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി ഇഷ്ടമുള്ള ഏവിയേഷൻ ജോബ് കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന് സെലക്ട് ചെയ്യാൻ ഇതുപോലുള്ളൊരു കോഴ്സ് നിങ്ങൾക്ക് മസ്റ്റാണ്. സോ നിങ്ങൾക്ക് പോലും അറിയാൻ സാധിക്കാത്ത ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ഉണ്ടാവും, വേക്കൻസീസ് ഉണ്ടാവും, ജോബ് കോൾസ് ഉണ്ടാവും. ഇതെല്ലാം ഈ ഏവിയേഷൻ മാനേജ്മെൻറ്റിനും ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജ്മെൻറ്റിനും ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടീമിനും കൂടുതൽ ആക്സസ് ഉള്ളതാണ്. സോ അവർക്കായിരിക്കും ഇത് കൂടുതൽ നിങ്ങളെക്കാൾ അറിയാൻ സാധ്യതയുള്ളത്. സോ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടൊരു വേക്കൻസി അല്ലെങ്കിൽ ഒരു ഫേക്ക് വേക്കൻസി അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതുവഴി അനാവശ്യമായിട്ടുള്ള പേയ്മെൻറ്റ് നടത്തി അതിലൊരു ലോസ് വന്ന് റിസ്ക് എടുക്കുന്നതിനേക്കാൾ ഒരു സീറോ റിസ്ക്കാണ് ആക്ച്വലി ഏവിയേഷൻ കോഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ. കാരണം അതിൽ നിങ്ങൾക്ക് അവരൊരു ഗ്യാരണ്ടി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അപ്രോച്ച് ചെയ്യാൻ ഒരു ടീം നിങ്ങൾക്കുണ്ട്, ഏവിയേഷൻ്റെ ഒരു മാനേജ്മെൻറ്റ് നിങ്ങൾക്കുണ്ട്. സോ ഒരു ഇൻ്റർവ്യൂ ഫേക്കായിട്ടുള്ള ഇൻ്റർവ്യൂ ഒരിക്കലും അവർ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരില്ല. സോ അതൊരു അഡ്വാൻറ്റേജാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഏവിയേഷൻ കോഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ടോട്ടലി ഒരു ഇംഗ്ലീഷ് കോഴ്സും അതുപോലെ എല്ലാ സബ്ജക്ട്സും അവർ ഇംഗ്ലീഷിലായിരിക്കും എടുക്കുന്നതും നിങ്ങളെ വൊക്കാബുലറി ക്ലിയർ ചെയ്തെടുക്കാനും അവർ കൂടുതലും ഹെൽപ്പ് ചെയ്യും. ഏവിയേഷൻ ഫീൽഡിലുള്ള അതിൻ്റെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനും ടോട്ടൽ നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്ത് ഒരു ഒഫീഷ്യൽ ഒരു ഫോർമൽ പ്രൊഡക്റ്റാക്കി നിങ്ങളെ മാറ്റിയെടുക്കാനും ഈ ഏവിയേഷൻ കോഴ്സസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തുള്ള നിങ്ങളൊരു നോർമൽ അപ്പിയറൻസിൽ നിന്നും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ വേർഷൻ ഓഫ് ഏവിയേഷൻ അപ്പിയറൻസ് നിങ്ങൾക്ക് ഈ ഏവിയേഷൻ കോഴ്സസ് ചെയ്യുന്ന സമയത്ത് കിട്ടും. ഓക്കെ, പിന്നെ ഇവരെ തന്നെ മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടാകാറുണ്ട്. ഈ മോക്ക് ഇൻ്റർവ്യൂസിൽ എന്താ പറയുക, അതിൽ നിങ്ങൾക്ക് ഒരു ട്രയലാണ്, ഇൻ്റർവ്യൂവിൻ്റെ ട്രയൽ. സോ ഇവരുടെ മോക്ക് ഇൻ്റർവ്യൂസ് പോലുള്ള ട്രയൽസ് നിങ്ങളെ കൂടുതൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുകയും അവെയർനെസ് ഉണ്ടാക്കി എടുക്കാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ പിന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ചില എയർലൈൻസും ചില ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസും അവരുടെ റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പസിനകത്ത് വെച്ചിട്ട് ക്യാമ്പസിലെ സ്റ്റുഡൻസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്യാമ്പസ് ഇൻ്റർവ്യൂസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ആയിട്ട് ജോബ് ലഭിക്കാനും ഹെൽപ്പ് ചെയ്യും. സോ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉള്ള ഒരു ഓപ്പൺ ഇൻ്റർവ്യൂവിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പമാണ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് നടക്കുന്ന ക്യാമ്പസ് ഇൻ്റർവ്യൂസ് പോയി അറ്റൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിസ്ക് കുറയും, കാൻഡിഡേറ്റ്സ് കുറയും. സോ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഏവിയേഷൻ കോഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഏവിയേഷൻ കോഴ്സ് ഇനി നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും ഉണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ട് 2 വെയിറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.